കോഴിക്കോട് പ്രൊമോ, അതായത് പ്രൊമോഷണൽ ട്രെയിലർ, ഈ ചിത്രീകരണത്തിനിടയിലാണ് ഒരു യുവാവിന് വാഹനാപകടത്തിൽ ദാരുണ അന്ത്യമുണ്ടായത്. മോട്ടോർ വാഹന വകുപ്പ് ഇക്കാര്യത്തിൽ കൂടുതൽ നടപടികളിലേക്ക് കടക്കുന്നു എന്നാണ് നമ്മുടെ കോഴിക്കോട് ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. വീഡിയോ ചിത്രീകരണത്തിന് ഉപയോഗിച്ച വാഹനങ്ങളുടെ രേഖകൾ ഹാജരാക്കാൻ ഉടമകൾക്ക് മോട്ടോർ വാഹന വകുപ്പ് നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞു. ഇത് പരിശോധിച്ച ശേഷമായിരിക്കും ഇനി അനന്തര നടപടി ഉണ്ടാവുക. അപകടത്തിൽ മരിച്ച ആൽവിൻ്റെ പോസ്റ്റ്മോർട്ടം ഇന്ന് കോഴിക്കോട് ബീച്ച് ആശുപത്രിയിൽ നടക്കും. ദീപക് തർമ്മടം കോഴിക്കോട് നിന്ന് കൂടുതൽ വിവരങ്ങൾ നൽകും. ഗുഡ് മോർണിംഗ് ദീപക്. യഥാർത്ഥത്തിൽ ഈ വളരെ നിർഭാഗ്യവാനായ ചെറുപ്പക്കാരെന്ന് വേണമെങ്കിൽ പറയാം അദ്ദേഹത്തെക്കുറിച്ച്. കാരണം അല്ലെങ്കിൽ തന്നെ രോഗിയായിരുന്നു, ഇപ്പോൾ ഇങ്ങനെയും സംഭവിച്ചു. പറയൂ. SKN അത്യന്തം വേദനാജനകമായ ഒരു കൊലപാതകം അങ്ങനെ തന്നെ പറയണം. കാരണം ഇതിനെ അപകടം എന്ന് വിളിച്ചാൽ ശരിയാകില്ല. കാരണം ഇത് ഒരു പ്രൊമോഷൻ ദൃശ്യം ചിത്രീകരിക്കുന്നു. യാതൊരു രീതിയിലുള്ള സെക്യൂരിറ്റി മെഷേഴ്സും എടുക്കാതെ വീഡിയോ ചിത്രീകരിക്കുകയും വണ്ടി നിയന്ത്രണം വിട്ടുകൊണ്ട് ഈ കൊലപാതകത്തിലേക്ക്, അതായത് വാഹന അപകടത്തിലെ ആ മരണത്തിലേക്ക് സംഭവിക്കുന്നു. ഞാനിപ്പോൾ വെള്ളയിൽ പോലീസ് സ്റ്റേഷനിലാണുള്ളത്. ഇതിൽ അടിമുടി ദുരൂഹതയാണ് ഈ കേസിൻ്റെ കാര്യത്തിൽ. കാരണം പോലീസ് ഈ വാഹന ഉടമകൾക്ക് വേണ്ടി ഒത്താശ ചെയ്യുന്നു എന്ന് പ്രാഥമികമായി നമുക്ക് പറയാൻ സാധിക്കും. കാരണം ഇപ്പോഴും ഈ കേസിൽ 2 പേർ കസ്റ്റഡിയിലുണ്ട്. ഈ കസ്റ്റഡിയിലുള്ളവരുടെ വിവരങ്ങൾ പുറത്തുവിടാൻ പോലും തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് പ്രധാനം. ഈ വാഹനവുമായി ബന്ധപ്പെട്ട ഉടമകളുടെ പ്രതിനിധിയായ ഒരാൾ ഇവിടെ എത്തി. നമ്മൾ അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിന് ചോദിച്ച സമയത്ത് അദ്ദേഹം പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. ഈ വാഹനം ഇതാണ് TS, അതായത് തെലങ്കാന രജിസ്ട്രേഷനിലുള്ള ഒരു ബെൻസ് വാഹനം. ഈ വാഹനമാണ് ഇടിച്ചത് എന്നുള്ളതാണ് അവിടെയുള്ള നാട്ടുകാർ പറയുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ വാഹനത്തിൽ ഇടിച്ചതിൻ്റെ പാടും കാണാനുണ്ട്. പക്ഷേ എന്നാൽ പോലീസിൻ്റെ ഭാഷ്യം ഇപ്പോൾ ടെമ്പററി രജിസ്ട്രേഷനായി വെച്ച ഈ വാഹനമാണ് SKN. ഈ വാഹനം നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. കാരണം ഇതാകുമ്പോൾ നിയമപരമായ പരിരക്ഷ കിട്ടും എന്നതുകൊണ്ടായിരിക്കാം ഈ വാഹനമാണ് ഇടിച്ചത്. കൊലപാതകത്തിന് കാരണമായത് ഈ ടെമ്പററി രജിസ്ട്രേഷൻ, അതായത് TO12 എന്ന് തുടങ്ങുന്ന KL 5921A എന്ന ടെമ്പററി രജിസ്ട്രേഷൻ വാഹനമാണ്. മറ്റൊന്ന്, ഇപ്പോൾ വെള്ളയിൽ പോലീസ് സ്റ്റേഷനിൽ നമ്മൾ വന്നപ്പോൾ പോലീസുകാർ ഒരു വിവരവും പറയാൻ തയ്യാറില്ല എന്നുള്ളതാണ്. അതായത് GD ചാർജ് ആ സ്റ്റേഷനിലെ കേസിൻ്റെ കൃത്യമായ വിവരങ്ങൾ GD ബുക്കിൽ രജിസ്റ്റർ ചെയ്ത് വെക്കേണ്ട ആളാണ്. അദ്ദേഹത്തോട് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് മുകളിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട് വിവരങ്ങൾ കൈമാറേണ്ടതില്ല എന്നുള്ളത്. അതായത് DGP ദർവേഷ് സാഹിബ് ഉൾപ്പെടെയുള്ളവർ ഈ കേസിൽ അടിയന്തര ഇടപെടൽ നടത്തേണ്ടതാണ്. കാരണം വെള്ളയിൽ പോലീസ് ഇതിൽ കൃത്യമായി വാഹന ഉടമകൾക്ക് വേണ്ടി പണിയെടുക്കുന്നു എന്നത് തന്നെയാണ് നമുക്ക് പ്രാഥമികമായി മനസ്സിലായത്. കാരണം ഒരു വിവരവും പുറത്തുവിടാൻ അവർ ഇതുവരെയും തയ്യാറായിട്ടില്ല. SKN. ദീപക് തർമ്മടമാണ് വിവരങ്ങൾ നൽകിയത്.